ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഹൈ yield, വിളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ക്വാളിറ്റി ഓഫ് സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, മികച്ച വിത്ത്, നടീൽ വസ്തു. ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ്. ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥ. സ്യൂട്ടബിൾ മെന്യൂർ, ശരിയായ വളപ്രയോഗം. പ്രോപ്പർ നർച്ചറിംഗ്, സമയാസമയങ്ങളിലെ പരിചരണം. അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ ലഭ്യത. ഇറിഗേഷൻ, ജലസേചനം. കൺട്രോളിംഗ് പെസ്റ്റ് ആൻഡ് വീഡ്സ്, കീടനിയന്ത്രണവും കളനിയന്ത്രണവും. തിങ്സ് ടു ബി കൺസിഡേർഡ് വൈൽ കളക്ടിംഗ് സീഡ്സ്, വിത്ത് ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സീഡ്സ് ഷുഡ് ബി സെലക്ടഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ, മധ്യകാല ഫലങ്ങളിൽ നിന്ന് വേണം വിത്ത് ശേഖരിക്കാൻ. ഫ്രം ഹെൽത്തി പ്ലാന്റ്സ്, ആരോഗ്യമുള്ള സസ്യങ്ങളിൽ നിന്ന് വേണം വിത്ത് ശേഖരിക്കാൻ. ഫ്രം പ്ലാന്റ്സ് വിത്ത് ഹൈ yield, നന്നായി വിളവ് നൽകുന്ന സസ്യങ്ങളിൽ നിന്ന് വേണം വിത്ത് ശേഖരിക്കാൻ. സോയിങ് ആൻഡ് സ്പ്രൗട്ടിംഗ്, പാതി മുളപ്പിക്കൽ. സീഡ്സ് ലൈക്ക് സ്പിനാച്ച്, ചില്ലി, ബ്രിഞ്ചാൾ etc. are too small to select good ones, so they are sowed and transplanted after sprouting. ചീര, മുളക്, വഴുതന തുടങ്ങിയ സസ്യങ്ങളുടെ വിത്തുകൾ നന്നേ ചെറുതായതിനാൽ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ പ്രയാസമാണ്. അതിനാൽ അവ പാകി മുളപ്പിച്ച ശേഷം മികച്ച തൈകൾ പറിച്ചു നടുന്നു. ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും. The formation of seedlings from seeds is called sexual reproduction. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. എക്സാമ്പിൾ പീ, റൈസ്, കോക്കനട്ട്. ഉദാഹരണം നെല്ല്, മത്തൻ, തെങ്ങ്, മാവ്. The formation of new plantlets from parts like root, stem and leaf are called vegetative propagation. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. ഉദാഹരണം മരച്ചീനി, മുല്ല, ഇലമുളച്ചി. പ്രൊപ്പഗേറ്റിംഗ് പാർട്ട്, വളരുന്ന ഭാഗം. റൂട്ട്, വേരിൽ നിന്ന് വരുന്നവ. നീം, അരിവേപ്പ്, സാൻഡൽ, ചന്ദനം. ബ്രെഡ് ഫ്രൂട്ട്, കടപ്ലാവ്, ബ്ലാക്ക്ബെറി. സ്റ്റെം, കാണ്ഡത്തിൽ നിന്ന് വരുന്നവ. ഹിബിസ്കസ്, ചെമ്പരത്തി. റോസ്, മുരിങ്ങ, ജാസ്മിൻ, മുല്ല, ടാപ്പിയോക്ക, മരച്ചീനി. ഇല ഓർ ലീഫ്, ലീഫിൽ നിന്ന് വരുന്നവ. ഇലമുളച്ചി, ബ്രയോഫില്ലം, ബിഗോണിയ, നിലപ്പന, ആഫ്രിക്കൻ വയലറ്റ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഭൂകാണ്ഡത്തിൽ നിന്ന് വരുന്നവ. ടാരോ, ചേമ്പ്. എലിഫന്റ് യാം, ചേന. ജിഞ്ചർ, ഇഞ്ചി. ടർമറിക്, മഞ്ഞൾ. ബനാന പ്ലാന്റ്, കൂവ മുതലായവ. ലെയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കൽ. ലെയറിംഗ് is an artificial vegetative propagation method to produce good planting materials. സസ്യങ്ങളുടെ ശാഖകളിൽ കൃത്രിമമായി വേര് പിടിപ്പിച്ച് മികച്ച നടീൽ വസ്തുക്കളെ സൃഷ്ടിക്കുന്ന കൃത്രിമ കായിക പ്രജനന രീതിയാണ് ലെയറിംഗ്. It is done by sprouting roots on the branches of plants artificially. For this, a branch with pencil thick which grows from the main stem is selected. ഇതിനായി പ്രധാന കാണ്ഡത്തിൽ നിന്ന് വളരുന്ന പെൻസിൽ വണ്ണത്തിലുള്ള ഒരു കൊമ്പ് തിരഞ്ഞെടുക്കണം. This branch is peeled off up to 1 to 3 centimeter in circular shape. ഈ കൊമ്പിൽ 1 മുതൽ 3 സെന്റിമീറ്റർ വീതിയിൽ വളയ ആകൃതിയിൽ തൊലി ചെത്തി മാറ്റണം. Then this part is covered with a slightly moistened mixture of coconut fiber. ഈ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയൊരു നനവോടെ പോളിത്തീൻ കവർ ഉപയോഗിച്ച് വെച്ചു കെട്ടണം. Numerous roots will sprout within 2 months. 2 മാസത്തിനകം ഇതിൽ ധാരാളം വേരുകൾ വരും. Then we can cut this branch and plant in a pot. അപ്പോൾ അതിനെ മുറിച്ചെടുത്ത് ചട്ടിയിലേക്ക് മാറ്റി നടാം. Layering is effective in plants like
jasmine, rose, hibiscus, cashew, chamba, ficus and sapota. മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട, ചാമ്പ, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ ലെയറിംഗ് ഫലപ്രദമാണ്. There are different types of layering. ലെയറിംഗ് പല വിധത്തിലുണ്ട്. എയർ ലെയറിംഗ്, വായുവിൽ പതിവയ്ക്കൽ. നാഗ പതിവയ്ക്കൽ, സെർപ്പന്റൈൻ ലെയറിംഗ്. മൗണ്ട് ലെയറിംഗ്, കൂന പതിവയ്ക്കൽ. ട്രെഞ്ച് ലെയറിംഗ്, പാത്തി പതിവയ്ക്കൽ. Plants formed by layering has some advantages and disadvantages. ലെയറിംഗ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് ചില ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്സ്. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ഹാപ്പൻസ് ഫാസ്റ്റർ. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. We can produce more saplings within a short period. കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ തൈകൾ ഉണ്ടാക്കാം. ഡിസ്അഡ്വാൻറ്റേജസ്, ദോഷഫലങ്ങൾ എന്തെല്ലാം? Plants formed by layering do not have much lifespan. ലെയറിംഗ് വഴി ഉണ്ടാകുന്ന ചെടിക്ക് ആയുസ് കുറവായിരിക്കും. The plant formed this way will be of smaller size even after complete growth. വളർച്ച പൂർത്തിയായാലും ഇതിന് വലുപ്പം കുറവായിരിക്കും. If layering is done on diseased plants, new plantlets will also be infected. രോഗബാധയുള്ള ചെടികളിൽ പതിവെച്ചാൽ പുതിയ ചെടികൾക്കും രോഗബാധയുണ്ടാകാം. Layered plants do not possess the taproot system. തായ്വേര് പടലം ഉണ്ടാവില്ല. They require more care. അതായത് കൂടുതൽ പരിചരണം ആവശ്യമായി വരും. കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. Grafting is the method of joining the stem of a superior plant with another indigenous one of the same species to produce good quality planting materials. മികച്ച ഫലങ്ങൾ നൽകുന്ന ഒരു സസ്യത്തിന്റെ കൊമ്പ് അതേ വർഗത്തിൽപ്പെട്ട ഒരു നാടൻ ഇനത്തിൽ ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കൊമ്പൊട്ടിക്കൽ. It is effective in mango plant, cashew plant, sapota, apple, etc. മാവ്, കശുമാവ്, സപ്പോട്ട, ആപ്പിൾ മുതലായവയിൽ ഈ രീതി ഫലപ്രദമാണ്. The rooted plant selected for grafting is called stalk and the branch selected for grafting is called zyme. ഒട്ടിക്കലിനു വേണ്ടി തെരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ മൂലകാണ്ഡം അല്ലെ സ്റ്റോക്ക് എന്നും ഒട്ടിച്ചു ചേർക്കുന്ന കൊമ്പിനെ കമ്പ് അല്ലെങ്കിൽ സയൺ എന്നും പറയുന്നു. ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, വിപ്പ് ഗ്രാഫ്റ്റിംഗ് ആൻഡ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആർ സം കോമൺ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ്സ്. ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, വിപ്പ് ഗ്രാഫ്റ്റിംഗ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള ഗ്രാഫ്റ്റിംഗുകളുണ്ട്. How to perform approach grafting? Peel off the bark from the facing sides of both the stalk and scion in 3 to 4 cm length. Bring the peeled off portions of stalk and scion in contact with each other. സ്റ്റോക്കിനും സയനും 3.5 സെന്റിമീറ്റർ നീളത്തിൽ തൊലി ചെത്തി മാറ്റുക. ഈ ഭാഗം പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ച് നന്നായി പൊതിയുക. Wrap them together firmly with a jute twine. Cover it with a waxed cloth or plastic tape. After 1 month, cut partially the stalk above the covered area and the scion below. ഒരു മാസം കഴിയുമ്പോൾ കെട്ടിനു മുകളിൽ സ്റ്റോക്കും താഴെ സയണും പകുതി വരെ മുറിക്കുക. ഒരു മാസം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും മുറിച്ചു മാറ്റാം. Wait for 1 month
and cut and detach the part completely. When it attains proper growth, it can be replanted in a more suitable place. സ്റ്റോക്കിൽ നിന്നും പുതിയ ശിഖരങ്ങൾ വന്നാൽ അവ മുറിച്ചു മാറ്റണം. റിമൂവ് എനി ന്യൂ ബ്രാഞ്ചസ് സ്പ്രൗട്ടിംഗ് ഓൺ ദ സ്റ്റോക്ക്. അല്ലെങ്കിൽ മുകുളമൊട്ടിക്കൽ. Budding is the method of sticking the bud of a superior plant on the stem of an indigenous one of the same species to produce superior quality plant materials. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളത്തെ അതേ വർഗത്തിൽപ്പെട്ട ഒരു നാടൻ ഇനത്തിന്റെ കാണ്ഡത്തിൽ ഒട്ടിച്ച് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. റബ്ബർ, റോസ്, ചെറി, സിട്രസ്, മൾബറി etc. are done by this method. റബ്ബർ, റോസ്, ചെറുനാരങ്ങ, മൾബറി തുടങ്ങിയ സസ്യങ്ങളിൽ ബഡ്ഡിംഗ് ഫലപ്രദമാണ്. The rooted plant selected for grafting is called stalk and the plant from where the bud is taken is called zyme. വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് എന്നും മുകുളം എടുക്കുന്ന ചെടിയെ സൈൻ എന്നും പറയുന്നു.